ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്കൊരു ടേസ്റ്റി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ഡയറ്റൊക്കെ നോക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഈസി റെസിപ്പിയാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഉള്ളിയും തക്കാളിയും കുക്കറിലിട്ട് ഒരു വിസിൽ നമുക്ക് വേവിക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ വെളുത്തുള്ളി, അതുപോലെ ജിഞ്ചർ, പച്ചമുളക്, കുരുമുളക് പൊടി, പെരിഞ്ജീരകം ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഇനി ഒരു ബിരിയാണി പോട്ട് എടുക്കുക. അതിലേക്ക് വേവിച്ച ഒനിയനും ടൊമാറ്റോ മിക്സും കൂടി ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത പേസ്റ്റും ആഡ് ചെയ്യാം. ഇനി ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ മാത്രം ആഡ് ചെയ്താൽ മതി. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് സോട്ട് ചെയ്യാം. പിന്നെ ചിക്കനും ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പൂൺ ഗരം മസാല, അതുപോലെ മല്ലിയില, പുതിനയില ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ലിഡ് ക്ലോസ് ചെയ്ത് നന്നായി കുക്ക് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഈ സെയിം പോട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഈ പോട്ടത്തെ മസാലയൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് ഈ പോട്ടിൽ തന്നെ ഒരു 4 കപ്പ് നമ്മൾ എത്ര അരി എടുത്ത് അതിന്റെ ഡബിളായിട്ട് വെള്ളം എടുക്കാം. അതിലേക്ക് നമുക്ക് വേണ്ട ഹോൾ സ്പൈസസും ആഡ് ചെയ്യാം. ഇനി ഒരു ഹാഫ് ഒനിയൻ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് അതും ആഡ് ചെയ്യാം. അതിലേക്ക് ഉപ്പും ഇനി വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ആ 2 കപ്പ് റൈസും ആഡ് ചെയ്ത് ക്ലോസ് ചെയ്തിടാം. ഒന്ന് ബോയിലായി വന്നാൽ ഫ്ലെയിം ഒന്ന് ലോ ആക്കി റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. റൈസ് കുക്കായി കഴിഞ്ഞാൽ ചിക്കൻ മസാലയുടെ മുകളിൽ നമുക്ക് ലെയർ ആയിട്ട് ഇത് ദമ്മിടാം. ഒരു 10 മിനിറ്റ്സ് ഇത് ദമ്മിന് വെച്ചാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഹെൽത്തി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമുക്ക് അധികം ഓയിലൊന്നും യൂസ് ചെയ്യണ്ട. പൊതുവേ എല്ലാവരും ബിരിയാണി യൂസ് ചെയ്യുമ്പോൾ കുറേ ഓയിലൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് ടേസ്റ്റ് ആണ്. ബട്ട് ഈ ഹെൽത്തും കൂടി നോക്കുന്നവർക്ക് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. സോ ഇതുപോലത്തെ നല്ലൊരു റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.